എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വിശ്വാസം എന്ന അതിപ്രധാനമായ ഒരു കാര്യത്തെ പറ്റിയാണ്. പഴമക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വിശ്വാസം ഒരു പളുങ്ക് പാത്രമാണ്. അത് ഒരിക്കൽ താഴെ വീണ് പൊട്ടിപ്പോയാൽ അത് പൊട്ടിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പൊട്ടിക്കാൻ കാരണക്കാരനാകുന്ന ആരും ആയിക്കോട്ടെ, അവരെത്ര ആഗ്രഹിച്ചാലും ആ പളുങ്ക് പാത്രത്തെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുകയില്ല. ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവർക്ക് അവനിലുള്ള വിശ്വാസം അത് നഷ്ടപ്പെടുത്തരുത്. ഈ മറ്റുള്ളവർ എന്ന് ഞാൻ പറയുന്നത് അവരുടെ കുടുംബാംഗങ്ങളാകാം, അവരുടെ സുഹൃത്തുക്കളാകാം, അവർ സ്നേഹിക്കുന്നവരാകാം, അവർക്കൊപ്പം ജോലി ചെയ്യുന്നവരാകാം, അവരുടെ പ്രസ്ഥാനത്തിലെ പങ്കാളികളാകാം, ആരുമായിക്കൊള്ളട്ടെ. നമ്മളെ ഒരു വ്യക്തി വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മൾ ഒരിക്കലും കളങ്കം വരുത്തരുത്. ആ പളുങ്ക് പാത്രം, വിശ്വാസം എന്ന് പറയുന്ന പളുങ്ക് പാത്രം നമ്മൾ ഒരിക്കലും ഇട്ട് പൊട്ടിക്കരുത്. അത് നമ്മൾ ചെയ്താലും നമ്മളോട് ചെയ്താലും ആ ബന്ധം അവിടെ തകരും, ആ പ്രസ്ഥാനം ഇല്ലാതാകും. ആ വ്യക്തിയിൽ നിന്നും നമ്മൾ എന്നേക്കുമായി അകന്നു പോകും. നമ്മളാണത് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകും. നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോടാണ് നമ്മൾ ആ വിശ്വാസവഞ്ചന ചെയ്യുന്നതെങ്കിൽ അവർ ക്ഷമിക്കും, കുറേയൊക്കെ ക്ഷമിക്കും, ചിലപ്പോൾ ഒരു പരിധിക്കപ്പുറം വരെ ക്ഷമിക്കും. വീണ്ടും നമ്മൾ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആ വ്യക്തി നമ്മളെ എന്നേക്കുമായി കളഞ്ഞിട്ട് പോകും. നമ്മുടെ പ്രവൃത്തി അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ആ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ നമ്മളെ വിട്ടുപോകുന്നത്. ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം, പണത്തേക്കാൾ സമ്പത്തിനേക്കാൾ പലപ്പോഴും നമ്മൾ അതീവ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ കാര്യമാണ് സമാധാനം, സന്തോഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു മനുഷ്യന് എന്തൊക്കെ നേടിയാലും അവൻ്റെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഈ രണ്ടവസ്ഥകളില്ലെങ്കിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര കോടികൾ ഉണ്ടാക്കിയാലും എത്ര സ്വത്ത് വകകൾ സമ്പാദിച്ചാലും ആ മനുഷ്യന് മനസ്സമാധാനം എന്നുള്ളതൊന്ന് കിട്ടണം. ആ മനസ്സമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും പലപ്പോഴും പലതും മനുഷ്യൻ ത്യജിച്ചു കളയും, വേണ്ടെന്ന് വെക്കും. അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നിരന്തരമായി വിശ്വാസവഞ്ചന ചെയ്തു കഴിഞ്ഞാൽ, അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നമ്മൾ നാൾക്കുനാൾ ഇല്ലാതാക്കിയാൽ, അവർ ആ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അവർ നമ്മളെ വിട്ടുപോകും. നമുക്കൊപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സമൂഹം നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. നമ്മളിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിത വിജയം നേടാൻ കഴിയൂ. ഇല്ലാത്ത പക്ഷം അയാളെ വിശ്വസിച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒപ്പമുള്ള ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നതിന് വിരുദ്ധമായി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഏത് നിമിഷവും പ്രവർത്തിക്കാൻ ഇടയുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയുമോ? അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ? കഴിയില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകണമെങ്കിൽ നമ്മൾ വിശ്വാസം നിലനിർത്തണം. അത് മറ്റുള്ളവരോട് മാത്രമല്ല, നമ്മളോടും. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൃത്യമായ ബോധത്തോടു കൂടി വേണം നമ്മൾ പെരുമാറുക. നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യം ചർച്ചയ്ക്ക് വയ്ക്കുന്നു, നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഇരുവരും കൂടി ചേർന്ന് കൂട്ടായ ഒരു തീരുമാനമെടുക്കുകയാണ്, അക്കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആ വ്യക്തി നിങ്ങളറിയാതെ അതേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇനി നിങ്ങൾ ആ സംഭവം അറിഞ്ഞു, നിങ്ങൾ ചോദിക്കുകയാണ്, നമ്മളത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചൊരു കാര്യമല്ലേ, അതെന്തുകൊണ്ടാണ് നീ പോയി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആദ്യം നിഷേധിക്കുകയാണ്, നിങ്ങളുടെ കണ്ണിൽ നോക്കി കളവ് പറയുകയാണ്, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്കപ്പോൾ സ്വാഭാവികമായി വിഷമം തോന്നും. കാരണം ആ വ്യക്തിയോട് ആ കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ കൂട്ടായെടുത്ത തീരുമാനമാണ്. അത് ലംഘിച്ചുകൊണ്ട് ആ വ്യക്തി അത് രഹസ്യമായി പോയി ചെയ്തു. അത് നിങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്, നിങ്ങൾക്കത് ബോധ്യമായൊരു കാര്യമാണ്. അതിനെപ്പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം നിങ്ങളോട് കണ്ണിൽ നോക്കി ആ വ്യക്തി കളവ് പറയുകയാണ്, ഇല്ല എന്ന് നിഷേധിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിൻ്റെ തെളിവുകൾ നിരത്തുമ്പോൾ ആൾ പറയുകയാണ്, എനിക്ക് പറ്റിപ്പോയി, ഞാനങ്ങനെ ചെയ്തു, ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ കാര്യം
ആ വ്യക്തി ഏതാനും മണിക്കൂറുകൾക്കകം, നിങ്ങൾ ചെയ്യരുത് എന്ന് കൂട്ടായി എടുത്ത തീരുമാനം, ഏതാനും മണിക്കൂറുകൾക്കകം ആ വ്യക്തി പോയി രഹസ്യമായത് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമം തോന്നും. എന്നാൽ പോലും നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയെ അത്രത്തോളം സ്നേഹിക്കുകയും ആ വ്യക്തിയുമായി തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അപ്പോൾ സഹിക്കും. പക്ഷെ വീണ്ടും ഈ വ്യക്തി ഇതേ കാര്യം തന്നെ ചെയ്യുകയാണ്. വീണ്ടും ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുന്നു, അത് ചെയ്യരുതെന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ കൂട്ടായ ഒരു തീരുമാനം എടുക്കുന്നു. പക്ഷെ വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെ അത് തന്നെ പോയി ചെയ്യുന്നു. നിങ്ങളത് കാണുന്നു, അറിയുന്നു, നിങ്ങൾ ചോദിക്കുന്നു. അപ്പോഴും ആദ്യം നിഷേധിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് നിഷേധിക്കുന്നു. വീണ്ടും നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത ട്രാപ്പിലാകുമ്പോൾ ആ വ്യക്തി പിന്നെ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ എതിർക്കാൻ ശ്രമിക്കും, ശോഭിക്കുന്നു. കള്ളം പറയുന്നത് തെളിയിക്കപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി അകാരണമായി ശോഭിക്കുന്നത്. ആ വ്യക്തി, അത് ഞാനായാലും നിങ്ങളായാലും ശരി തന്നെ, നമ്മളൊരു കള്ളത്തരം കാണിച്ചു, നമ്മോട് മറ്റേയാൾ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യണ്ട എന്ന്, അല്ലെങ്കിൽ നമ്മൾ ആ ആളിനോട് സംസാരിച്ച് ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ്. ഈ ചെയ്യില്ല എന്ന് പറയുന്നത് എന്തുമാകാം. നിങ്ങളുടെ ബന്ധങ്ങളാകാം, ബിസിനസ് ആവാം, പണമിടപാടുകളാകാം, യാത്രയാവാം, ഫോൺ കോളുകളാകാം, എന്തുമാകാം. അതിന് യാതൊരു പ്രസക്തിയില്ല. വിശ്വാസം നിലനിൽക്കുന്നത് അരുത് അല്ലെങ്കിൽ ആകാം എന്നുള്ള 2 വാക്കുകളിലാണ്. നമ്മൾ സ്നേഹിക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരോട് പറയുന്നു അത് ആകാം അല്ലെങ്കിൽ ആകരുത്. ആ വാക്കുകളാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അത് രഹസ്യമായി അവർ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നു. പറഞ്ഞത് കളവാണെന്ന വ്യക്തിക്ക് ബോധ്യം വരുമ്പോൾ അവർ നിങ്ങളോട് ശോഭിക്കും, ബഹളം വയ്ക്കും. എന്നിട്ട് വിജയത്തിന് വേണ്ടി, അതായത് നിങ്ങളുടെ മേലൊരു ആധിപത്യത്തിന് വേണ്ടി ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും, ചോദ്യങ്ങൾ ചെയ്യും. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനിടപെടുന്നത്? ഇതെൻ്റെ പ്രൈവറ്റ് കാര്യമാണ്, എൻ്റെ പ്രൈവസിയാണ്, എൻ്റെ സ്വകാര്യതയാണ് എന്ന് പറയും. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് പറയും. എൻ്റെ കാര്യങ്ങൾ നിങ്ങളാണോ ചെയ്തു തരുന്നതെന്ന് ചോദിക്കും. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ മേലിൽ ഇടപെടണ്ട എന്ന് പറയും. ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിട്ടു പോകില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടായിരിക്കാം അവരത് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസരഹിതമായി നിങ്ങളോട് പ്രവർത്തിച്ചതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം ആ ആൾ. നിങ്ങളോട് ചർച്ചയ്ക്ക് വെച്ച വിഷയം നടപ്പിലാക്കേണ്ടെന്ന് കൂട്ടായി തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കിയാലും എനിക്കൊന്നുമില്ല, ഞാൻ ആ വ്യക്തിയുടെ വാക്ക് കേൾക്കേണ്ടതില്ല, എൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയെ എനിക്ക് മാനിക്കേണ്ടതില്ല, ആ വ്യക്തിയുടെ വാക്കുകൾക്ക് അത്രത്തോളം മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് നമുക്കൊപ്പമുള്ളവർക്ക് നമ്മളെ വിലയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് വീണ്ടും വിശ്വസിക്കാൻ കഴിയും? ആ വ്യക്തിയുടെ വാക്കുകളെ തട്ടിക്കളഞ്ഞുകൊണ്ട് നിങ്ങളാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും നിങ്ങളോട് പെരുമാറുക? എല്ലാ വ്യക്തികൾക്കും സ്വകാര്യതയുണ്ട്, തീർച്ചയായും. പക്ഷേ സ്വകാര്യമായ വിവരങ്ങൾ നമുക്ക് ഒപ്പമുള്ളവരോട് പങ്കുവെക്കണമെങ്കിൽ അതിന് ഓരോരുത്തരും പരിധി നിർണ്ണയിക്കണം. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഉൾപ്പെടുത്തി അവരെ കൂടി അതിൽ പങ്കാളികളാക്കിയതിന് ശേഷം, കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത ശേഷം, ആ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പങ്കാളി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അയാളോട് തട്ടിക്കയറിയിട്ട് കാര്യമുണ്ടോ? അയാൾക്കത് ചോദിക്കാനുള്ള അവകാശമില്ലേ? വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രാഥമിക കാര്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു വ്യക്തി, നമ്മുടെ ഒപ്പം ഉള്ള ആളിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത വ്യക്തി, നമ്മളിൽ അവർക്കുള്ള വിശ്വാസത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യക്തിയെ എങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും? ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഒപ്പമുള്ളവരെ ബോധ്യപ്പെടുത്തണം. അത് ഞാനായാലും നിങ്ങളായാലും ചെയ്തിരിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കണം. വാക്കുകൾക്ക് വില നൽകുന്ന വ്യക്തികൾക്ക് മാത്രമേ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനും അത് സംരക്ഷിക്കുവാനും കഴിയുകയുള്ളൂ. അത് ഏത് സാഹചര്യത്തിലായാലും ശരി തന്നെ. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തി നിങ്ങളെ അപകടത്തിലേക്ക് വലിച്ചിടും. വിശ്വസിക്കാനാകാത്ത വ്യക്തികൾ വീണ്ടും വിചാരമില്ലാത്ത പല കാര്യങ്ങളിലും ചെന്നിറങ്ങും. അതിൻ്റെ ഭവിഷ്യത്ത് അവരുടെ ജീവിതം തകർക്കുന്നതിനൊപ്പം തന്നെ ഒപ്പം നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല.
ഇതുപോലെ വിശ്വാസവർദ്ധന ചെയ്യുന്ന വ്യക്തികളുടെ പിന്നാലെ കരഞ്ഞ് കാല് പിടിച്ച സ്നേഹത്തിന് അതീവ പ്രാധാന്യം നൽകി വിട്ടു പോകാതെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും അതേ അപകടത്തിൽ പെടും. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത ഒരു പ്രശ്നമല്ല. അവർക്ക് ബോധിച്ചതുപോലെ ചെയ്യും. അത് ചോദിച്ചാൽ അവർക്ക് ബോധിച്ചതുപോലെ സംസാരിക്കും, ക്ഷോഭിക്കും, തട്ടിക്കയറും, കള്ളം പറയും, കളവ് പറയും, അടിസ്ഥാനമില്ലാതെ കളവ് പറയും. നമ്മളെ വിശ്വസിക്കുന്നവരോട് നമ്മൾ കളവ് പറയരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരു വ്യക്തിയോട് കളവ് പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾക്കൊപ്പമുള്ള ഒരാളിനോട് നമ്മൾ പറയാതിരിക്കുക, നമ്മുടെ മനസ്സിലത് വെക്കുക. നമ്മൾ അവരോടത് പറഞ്ഞ് അവരെ കൂടി ആ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ട് അവരുടെ അഭിപ്രായം കേട്ട് അവരുമായി ചേർന്നൊരു തീരുമാനം എടുത്തിട്ട് പിന്നെ നമ്മൾ ചെന്ന കുഴിയിൽ ചാടുമ്പോൾ അവർ തീർച്ചയായും പ്രതികരിക്കില്ലേ? നിങ്ങളായാലും പ്രതികരിക്കില്ലേ? ആരായാലും പ്രതികരിക്കുമ്പോൾ പിന്നെ അവരുടെ മേൽ കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. വിശ്വാസം എന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വളരെ വേദനയോടുകൂടി ചിലപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. കാര്യം ആ പളുങ്ക് പാത്രം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതിന് യാതൊരുവിധ ന്യായീകരണവും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് കളവ് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒളിപ്പിച്ച് വെക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് അവിശ്വാസ്യത കാണിക്കാൻ, നിരത്തി വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്താലും ശരി തന്നെ, നിങ്ങൾക്ക് ഒരുപാട് ന്യായീകരണം കാണും. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയോട് പറയാൻ, ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണും. പക്ഷെ അതൊന്നും ഒരു കാരണമേ അല്ല. ഒരു കാര്യം നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വ്യക്തികൾ, സംഭവങ്ങൾ വരും പോകും. ഒരുപാട് സാഹചര്യങ്ങളെ നിങ്ങൾ മറികടക്കേണ്ടി വരും. പുതിയ സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെയെല്ലാം നിങ്ങൾക്കൊപ്പം ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ നിങ്ങൾ പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം അവർക്കുണ്ടാകുന്ന വേദന എല്ലാ കാലത്തും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു ദിവസം നിങ്ങൾക്ക് തോന്നും, ഞാൻ എന്ത് ചെയ്താലും ആ വ്യക്തി എന്നെ വിട്ടു പോകില്ല, ഞാൻ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ആ വ്യക്തി എന്നെ വിട്ടു പോകില്ല. അയാൾ ആ വ്യക്തി സഹിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കും, എൻ്റെ തെറ്റുകളെല്ലാം വീണ്ടും വീണ്ടും ക്ഷമിക്കും എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ തീർച്ചയായും അത് സംഭവിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ആത്മാർത്ഥതയും വിശ്വാസവും വാക്കും സ്നേഹവും സങ്കടവും ദുഃഖവും കണ്ണുനീരും വിശപ്പും ദാഹവും ഒക്കെയുള്ള ഒരു പച്ചയായ വ്യക്തിയാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എപ്പോഴും വേണം. കാരണം നിങ്ങൾ പ്രതികരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആ വ്യക്തി ചിലപ്പോൾ പ്രതികരിക്കും. ഒരുപക്ഷെ പ്രതികരിക്കാൻ വയ്യാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളതിനെ അടിപത്തമായി കാണരുത്. അയാൾ നിർണായകമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടുപോകും. പക്ഷെ അങ്ങനെ വിട്ടുപോയാൽ എന്നേക്കുമായി ആ വ്യക്തി പോയിരിക്കും. നിങ്ങൾക്ക് മുന്നിലുള്ള അയാളുടെ വാതിലുകൾ അയാൾ എന്നേക്കുമായി അടയ്ക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ ആളിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ധരിക്കും, ഒരാൾ പോയാൽ 9 പേർ, 9 പേർ പോയാൽ 1000 പേർ. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന തിക്താനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ അത് പഠിക്കും. എപ്പോൾ? പിന്നീട് നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്ന ഒരുപാട് പേര് വരും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വരും. പക്ഷെ നിങ്ങളുടെ ഇല്ലായ്മയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുരിതത്തിൽ, നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ എണ്ണി നോക്കണം. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കണം. അപ്പോഴറിയാം നിങ്ങൾക്കൊപ്പം ആര് കാണും, ആര് കാണില്ല എന്ന്. ഒരു ഗ്യാരണ്ടിയുമില്ല ജീവിതത്തിൽ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. സ്വന്തം ഇഷ്ടത്തിന് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ഒന്നും അല്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസ്തനായിരിക്കുക, വിശ്വാസമുള്ളവനായിരിക്കുക, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായി മാത്രം തുടരുക. നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും, നിങ്ങളെ ആര് വിട്ടുപോയാലും, നിങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ഇല്ലായ്മ വന്നാലും വീഴ്ച വന്നാലും, നിങ്ങളായിരിക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. നിങ്ങൾ ചെയ്യില്ല എന്നൊരാളോട് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യരുത്. ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തും അത് ചെയ്യണം.
കാരണം നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തി നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വിശ്വാസം എന്ന പളുങ്ക് പാത്രം നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും എറിഞ്ഞു ഉടയ്ക്കരുത്. അത് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അയാൾ പോയാൽ 1000 പേര് വരുമെന്നുള്ള ചിന്തയുമായി, അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ ആ വ്യക്തി ചിന്തിക്കും നിങ്ങളെക്കാൾ 1000 പേര് വരുമെന്നുള്ള ചിന്തയുമായി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങും എത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങൾ അതാണ്. നമ്മുടെ സമൂഹം ഒരുപാട് തെളിവുകൾ അതിന് നിരത്തുന്നുണ്ട്. പ്രപഞ്ച സത്യം അതാണ്. ആരും വിട്ടുപോയിക്കോട്ടെ, നിങ്ങൾ സത്യസന്ധനായിരിക്കുക, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളുള്ള വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം ഉറപ്പാണ്. അല്ലാതെ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കൊപ്പമുള്ള ഒരു വ്യക്തിക്ക് തോന്നിയാൽ എന്ത് അടിസ്ഥാനത്തിൽ അയാൾ നിങ്ങൾക്കൊപ്പം നിൽക്കും? അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ നിൽക്കും? വിശ്വാസത്തിന് അല്ലെങ്കിൽ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യക്തിയുമായി എന്ത് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും? അവർ ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിട്ടകലാൻ ശ്രമിക്കും. അവർ പുതിയ ബന്ധങ്ങൾ തേടും, പുതിയ അവസരങ്ങൾ തേടും. അവർക്കൊരു നല്ല കാലം വരുമ്പോൾ അവർക്കൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ആ സമയത്ത് പോലെ ഒരു വില കൽപ്പിക്കാത്ത വ്യക്തി ഫ്യൂച്ചറിൽ അവർ നല്ല നിലയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിലയായിരിക്കും നൽകുന്നത്? പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലായ്മയിൽ കഷ്ടപ്പാടിൽ ഒന്നിച്ച് നിന്ന ശേഷം നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമ്പോൾ, നല്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല ജീവിത നിലവാരം ഉണ്ടാകുമ്പോൾ ഒപ്പം നിന്നവരെ തിരിഞ്ഞു പോലും നോക്കാതെ, കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ, അവരെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കുകയും വേണം. നമുക്കൊപ്പമുള്ളവർ എന്നും നമ്മുടെ ഒപ്പം കാണില്ല. പ്രത്യേകിച്ച് നമ്മളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തവർ, നമ്മുടെ വിശ്വാസങ്ങളെ തച്ചുടയ്ക്കുന്നവർ, നമ്മുടെ വിശ്വാസത്തിന്റെ പളുങ്ക് പാത്രം എറിഞ്ഞുടച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നവർ, നമ്മുടെ മനസ്സിനെ തകർക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും ഫ്യൂച്ചറിൽ നമുക്കൊപ്പം വരില്ല എന്ന് മാത്രമല്ല, നമ്മളെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കൊപ്പമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ പെരുമാറരുത്. നിങ്ങളുടെ ഒപ്പമുള്ളവരോട്, നിങ്ങളെ വിശ്വസിക്കുന്നവരോട് ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും അവരുടെ വിശ്വാസം നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. നമുക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ അവരോട് നമ്മൾ പറയാവൂ. നമുക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും നമ്മളെ സ്നേഹിക്കുന്നവരോട്, നമ്മൾ വിശ്വസിക്കുന്നവരോട് പറയരുത്. നമ്മളത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാഹചര്യത്തിലും അത് ചെയ്യരുത്. ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി അത് ചെയ്തു കഴിഞ്ഞാൽ അത് അറിയുമ്പോൾ അവർക്ക് വളരെ വിഷമം തോന്നും. അവർക്ക് നമ്മളുള്ള വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ അവരുടെ സങ്കടവും ദേഷ്യവുമല്ല, അവർ നിശബ്ദതയോടുകൂടി കൈകാര്യം ചെയ്താൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിലുള്ള വിശ്വാസം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു കാര്യവും നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഒരാളുമായി ചർച്ചയ്ക്ക് വെക്കരുത്. അവർക്ക് വാക്ക് കൊടുക്കരുത്. അവരോടൊപ്പം ഇരുന്ന് തീരുമാനിക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, അതിന് അർഹിക്കുന്ന വില കൊടുക്കണം. അത് നിങ്ങൾ തെറ്റിച്ചാലും ആ വ്യക്തി നിങ്ങളോട് തെറ്റിച്ചാലും തീർച്ചയായും ആ ബന്ധത്തിൽ വിള്ളൽ വീഴും. ആ പളുങ്ക് പാത്രം, വിശ്വാസത്തിന്റെ പളുങ്ക് പാത്രം തകർന്നു പോകും. പിന്നീട് ആ ബന്ധം ശാശ്വതമായി നിലനിൽക്കുകയില്ല. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തി ഒരിക്കലും പിന്നെ വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ജീവിത വിജയം നമുക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, മനസ്സമാധാനവും സന്തോഷവും നമുക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ വഞ്ചിക്കാതിരിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും പാലിക്കുക. അതേസമയം നിങ്ങൾക്ക് ഒപ്പമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗവും ഇത് തന്നെയാണെന്ന് കൂടി ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ അവരുടെ വാക്കുകളെല്ലാം നിരന്തരം തട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നാൽ, അവരുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വഴിത്താരയിൽ നിന്നും വളരെ വേഗം ആ വ്യക്തിയെ ഒഴിവാക്കാം. നിങ്ങൾ അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അയാൾ സ്വയം ഒഴിഞ്ഞു പൊയ്ക്കൊള്ളും. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. അവിശ്വസ്തത എന്ന ഒറ്റ പ്രയോഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ബന്ധത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കുമായി ഒഴിവാക്കി വിടുവാനും കഴിയും. ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി ആകണോ, അതേ നമ്മളെ ആരും വിശ്വസിക്കാത്ത ഒരു വ്യക്തി ആകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.